ആഫ്രിക്ക. സോ ഈ ഡെറിക് ആൽട്ടൺ വോൾക്കോട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് നെയിം. അദ്ദേഹം ഒരു വെസ്റ്റ് ഇന്ത്യൻ പോയറ്റാണ്. വെസ്റ്റ് ഇന്ത്യൻ പോയറ്റ് എന്ന് പറയുമ്പോൾ നോർത്ത് അമേരിക്കയിലെ ഒരു റീജിയനാണ് വെസ്റ്റ് ഇൻഡീസ് എന്ന് പറയുന്നത്. സോ അവിടുത്തെ ഒരു പോയറ്റാണ് ഡെറിക് വോൾക്കോട്ട്. അദ്ദേഹത്തിന് 1992 നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് ലിറ്ററേച്ചറിന്. പിന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് വർക്ക് എന്ന് പറയുന്നത് ഒമേറോസ് ആണ് കേട്ടോ, OMEROS. പിന്നെ കരീബിയൻ ലിറ്ററേച്ചറിലെ ഒരു ഇമ്പോർട്ടന്റ് പോയറ്റാണ് നമ്മുടെ ഡെറിക് വോൾക്കോട്ട് എന്ന് പറയുന്നത്. അതായത് അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ആഫ്രിക്കൻ റൈറ്റർ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. പിന്നെ അപ്പം നമുക്കിനി അടുത്തത് പോയത്തിലോട്ട് നോക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. അദ്ദേഹം ഒരു ഡ്രമാറ്റിസ്റ്റും കൂടിയാണ്. തിയേറ്ററിലും ഒക്കെ അതിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ സ്പെഷ്യൽ ഇൻട്രൊഡക്ഷൻ നോക്കിക്കോ, പേജ് നമ്പർ 36 വോൾട്ടർ സ്കോട്ടിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്ന വെസ്റ്റ് ഇൻഡീസുകാരനാണ്. അപ്പൊ ലിറ്ററേച്ചറിനകത്ത് അല്ലെങ്കിൽ അദ്ദേഹം എഴുതുന്ന റൈറ്റിംഗ്സിനകത്ത് ഫുള്ള് യൂറോപ്യൻ കൾച്ചറിനെ കുറിച്ചും അതുപോലെ തന്നെ ആഫ്രിക്കൻ കൾച്ചറിനെ കുറിച്ചുമാണ് അദ്ദേഹം എഴുതുന്നത്. അപ്പം യൂറോപ്യൻ കൾച്ചറിന്റെ ട്രഡീഷനെ കുറിച്ചും ആഫ്രിക്കൻ കൾച്ചറിന്റെ ട്രഡീഷനെ കുറിച്ചുള്ള മിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പോയംസിലൂടെ കാണിക്കുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, രണ്ട് ഹെറിറ്റേജ് തമ്മിലുള്ള, രണ്ട് കൾച്ചർ തമ്മിലുള്ള, അതാണ് അദ്ദേഹത്തിന്റെ പോയത്തിന്റെ അല്ലെങ്കിൽ റൈറ്റിംഗ്സിലെല്ലാം ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് അദ്ദേഹത്തിന്റെ പോയംസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഈ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്നുള്ള പോയം എന്ന് പറയുന്നത് 1962 പബ്ലിഷ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ദി കളക്ഷൻ ഇൻ എ ഗ്രീൻ നൈറ്റ്. അപ്പൊ ഇൻ എ ഗ്രീൻ നൈറ്റ് എന്നുള്ള ആ ഒരു കളക്ഷനിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പോസ്റ്റ് കൊളോണിയൽ പോയമാണ്, ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക. സോ ഈ ഒരു പോയത്തിനകത്ത് അല്ലെങ്കിൽ ഒരു കളക്ഷനകത്ത് എന്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്? ആ ഒരു എത്നിക് കോൺഫ്ലിക്റ്റിനെ കുറിച്ച്. അതായത് യൂറോപ്യൻസ് വന്നിട്ട് ആഫ്രിക്കൻ രാജ്യം അല്ലെങ്കിൽ ആഫ്രിക്കൻ ആ ഒരു ഇദ്ദേഹത്തിന്റെ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് അണ്ടർ കൺട്രോളിലാക്കി, കോളനൈസ് ചെയ്തു. സോ ഒബിയസ്ലി അവിടെ അപ്പൊ എന്തുണ്ട്, ഒരു ക്ലാഷ് വരുന്നുണ്ട്. യൂറോപ്യൻ കൾച്ചറും വരുന്നുണ്ട്, ആഫ്രിക്കൻസിന്റെ ട്രഡീഷണൽ കൾച്ചറും അവിടെ വരുന്നുണ്ട്. അത് രണ്ടും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ് ഇദ്ദേഹം ഈ ഒരു പോയത്തിനകത്ത് പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിന്നീട് ഈ ഒരു പോയത്തിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാവോ അപ്രൈസിംഗ് എന്നും പറഞ്ഞൊരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാവോ അപ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവിടെ ഒരു, അതായത് ആഫ്രിക്കൻസിന്റെ ആ ഒരു കരീബിയൻ എന്നുള്ള ആ സ്ഥലത്ത് കിക്കുയു ട്രൈബ് എന്ന് പറഞ്ഞ് അവിടുത്തെ ഒരു നേറ്റീവ് ട്രൈബുണ്ട്, ആദിവാസികളുണ്ട്, കിക്കുയു ട്രൈബ്. അവര് ഈ യൂറോപ്യൻസിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരു സംഭവമാണ് മാവോ അപ്രൈസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതെന്ന് വെച്ചാൽ യൂറോപ്യൻസ് 1950s നടന്നൊരു ബാറ്റിലാണ്. 1950s, അതായത് നമ്മുടെ യൂറോപ്യൻ സെറ്റിലേഴ്സും കിക്കുയു ട്രൈബും, അത് നമ്മുടെ കെനിയയിലെ ഒരു സെൻട്രൽ കെനിയയിലെ ആദിവാസികളാണ്, ട്രൈബാണ് ഈ ഒരു കിക്കുയു ട്രൈബ്. അവർ തമ്മിലുണ്ടായ ഫൈറ്റിനെയാണ് നമ്മൾ മാവോ അപ്രൈസിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഫൈറ്റിനെ കുറിച്ച് അദ്ദേഹം ഈ ഒരു പോയത്തിനകത്ത് എഴുതുന്നുണ്ട്. സോ 20th സെഞ്ചുറിയിൽ ആയപ്പോഴത്തേക്കും എന്ത് ചെയ്തു, ഫസ്റ്റ് വൈറ്റ് സെറ്റിലേഴ്സ് ഈ ഒരു റീജിയനിൽ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഈ കിക്കുയു ട്രൈബിനെ എന്ത് ചെയ്തു, അവരുടെ ലാൻഡ്സിൽ നിന്ന് ഓടിച്ചു കളഞ്ഞു. എന്നിട്ട് യൂറോപ്യൻസ് എന്ത് ചെയ്തു, ആ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഫാം ലാൻഡ് എല്ലാം ഇവരുടെ കൺട്രോളിലായി. കിക്കുയു എന്നുള്ള ട്രൈബിനെ അവരെ സ്ലേവ്സ് ആക്കി മാറ്റി. അപ്പൊ കിക്കുയു ഒരു അതായത് കിക്കുയു ട്രൈബിലുള്ള കുറച്ച് ആളുകൾ മാവോ എന്ന് പറഞ്ഞൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുകയും യൂറോപ്യൻസിനെ എന്ത് ചെയ്തു, അതുവഴി അവരെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ തുടങ്ങി. കുറച്ചാളുകൾ മാറി നിന്നു, കുറച്ചാളുകൾ ഈ ഒരു മാവോ എന്നും പറഞ്ഞൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ഓക്കെ, ദെൻ ബാക്കി വരുന്ന ആളുകൾക്ക് കിക്കുയു ട്രൈബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ന്യൂട്രൽ ആയിട്ട് നിൽക്കാൻ തുടങ്ങി. അതായത് അവർ ബ്രിട്ടീഷിനെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി, മാവോയെ ഡിഫീറ്റ് ചെയ്യാനും തുടങ്ങി. അതായത് ബാക്കിയുള്ള അവരുടെ ട്രൈബിലുള്ള ആൾക്കാരെ ഡിഫീറ്റ് ചെയ്യാനും കുറച്ച് ആളുകൾ മാറി നിന്നു. അപ്പൊ ഈ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അതായത് ഈ രണ്ട് കൂട്ടത്തിൽ നിൽക്കാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് കൂട്ടരെയും അതിൽ മാവോ അതായത് ഇവരുടെ സ്വന്തം ട്രൈബിനെ സപ്പോർട്ട് ചെയ്ത ആളുകളും സ്വന്തം ട്രൈബിനെ ഡിഫീറ്റ് ചെയ്യാൻ സഹായിച്ച ആളുകളും ഒക്കെ ഉണ്ട്. സോ ഈ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചാണ്, ഒരു മിക്സഡ് ആയിട്ടുള്ള ഈ ഒരു കൾച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ഹെറിറ്റേജിനെ കുറിച്ചാണ് ഈ ഒരു പോയത്തിനകത്ത് ഇദ്ദേഹം പറയുന്നത്. സോ ഈ നമ്മുടെ ഡെറിക് വോൾക്കോട്ട് എന്ന് പറഞ്ഞ പോയറ്റിനും ആഫ്രിക്കൻ ആൻഡ് യൂറോപ്യൻ റൂട്ട്സ് ഉണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദേഴ്സ് രണ്ടുപേരും ബ്ലാക്ക് ആയിരുന്നു ആൻഡ് ഗ്രാൻഡ് ഫാദേഴ്സ് എന്ന് പറഞ്ഞ രണ്ടുപേരും വൈറ്റ് ആയിരുന്നു. സോ ഇത് മറന്നു പോകരുത്. അപ്പോൾ വോൾക്കോട്ട് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളോണിയലിസം, അതായത് ആഫ്രിക്കയിൽ കോളനൈസ് ചെയ്തത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡെറിക് വോൾക്കോട്ടിന്റെ സ്ഥലത്ത് കോളനൈസേഷൻ വന്നത് ശരിയാണെന്നും തെറ്റാണെന്നും രണ്ട് റൈറ്റേഴ്സ് അഭിപ്രായപ്പെടുന്നുണ്ട്. രണ്ട് റൈറ്റേഴ്സ് എന്ന് വെച്ചാൽ അതായത് ലിറ്ററി ആളുകളിൽ തന്നെ ഒരു സ്കോളേഴ്സ് തന്നെ രണ്ട് അഭിപ്രായം പറയുന്നുണ്ട്. കൊളോണിയലിസം പിന്നെ ആഫ്രിക്കയിൽ വന്നത് നന്നായി എന്നും അല്ല പന്നലാണെന്നും രണ്ട് അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ട്. ഡെറിക് വോൾക്കോട്ട് എന്ന് പറയുന്ന കൊളോണിയലിസത്തിനെ ഒപ്പോസ് ചെയ്തൊരു മനുഷ്യനാണ് കേട്ടോ. ഈ ഒരു റവല്യൂഷനെയൊക്കെ സപ്പോർട്ട് ചെയ്തൊരു മനുഷ്യനാണ്. പിന്നെ ഈ മാവോ അപ്രൈസിംഗ് ഉണ്ടല്ലോ,
അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പോയിട്ട് പറയുന്നുണ്ട് പേജ് നമ്പർ 37 സെക്കൻഡ് പാരഗ്രാഫിനകത്ത്. അതായത് എക്സ്ട്രീംലി വയലന്റ് ആയിരുന്നു ഈ മാവോ അപ്രൈസിംഗിൽ പങ്കെടുത്ത കുറച്ച് കിക്കുയു ട്രൈബിലുള്ള ആളുകൾ. അവര് ആനിമൽസിനെ വയലന്റ് ആയിട്ട് കൊന്നു, അതുപോലെ തന്നെ വൈറ്റ് പീപ്പിളിനെ വയലന്റ് ആയിട്ട് കൊന്നു. അതുകൊണ്ട് തന്നെ ഈ ബാക്കിയുള്ള ഈ മാറി നിന്ന കിക്കുയു ട്രൈബ്സിന് ഇവരെ ട്രേറ്റേഴ്സ് ആയിട്ടും ഒക്കെ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സംഭവമാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. പോയം 3 പാരഗ്രാഫ്സ് അല്ലെങ്കിൽ 3 സ്റ്റാൻസായിക്കകത്താണ് ഈ ഒരു പോം പറഞ്ഞു പോകുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്ത് എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ കോളനൈസേഷൻ വന്നതിന് ശേഷമുള്ള ആ ഒരു ഹൊറിബിൾ സിറ്റുവേഷൻ. സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്ത് നേച്ചർ ഓഫ് വയലൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. തേർഡ് സ്റ്റാൻസയ്ക്കകത്ത് പോയിട്ട് എക്സാമിൻ ചെയ്യുവാണ്. അതായത് ഈ ഒരു വയലൻസ് കണ്ടിട്ട് അദ്ദേഹം തന്നെത്താനെ സ്വയം എന്ത് ചെയ്യുവാണ്, ചിന്തിക്കുവാണ്. ഞാനൊരു ഔട്ട്സൈഡർ ആണോ, ഞാനൊരു ഇൻസൈഡർ ആണോ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് ഐഡന്റിഫൈ ചെയ്യുന്ന ആളാണോ, അതോ ഞാനും ഒരു വൈറ്റ് പീപ്പിൾ ആണോ? കാരണം എന്താ, പോയറ്റിനും എന്താണ് അല്ലെങ്കിൽ റൈറ്ററിനും എന്താണ് മിക്സഡ് ആയിട്ടുള്ള ആൻസസ്ട്രി ആണുള്ളത്. അതായത് ഗ്രാൻഡ് പേരൻസ് ബ്ലാക്കിലും ഉണ്ട് വൈറ്റിലും ഉണ്ട് ഇവരുടെ, അല്ലെ? സോ ആ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള കോൺഫ്ലിക്റ്റുമാണ് അദ്ദേഹം ഇതിനകത്ത് പറയുന്നത്. 1952 തുടങ്ങിയ മാവോ അപ്രൈസിംഗ് പിന്നീട് 1953-56 ആ ഒരു സമയമായപ്പോഴത്തേക്കും തീർന്നു. 1963 ആയപ്പോഴത്തേക്ക് ബ്രിട്ടീഷുകാർ കെനിയ വിട്ടു. കെനിയയിലെ കാര്യമാണ് കെനിയൻ പോയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെറിക് വോൾക്കോട്ടിനെ പറയാം കേട്ടോ. ഓക്കെ, ദെൻ സമ്മറി നോക്കിക്കോ. പേജ് നമ്പർ 38 ഓപ്പണിംഗ് സ്റ്റാൻസൊക്കെ അത് പറയുന്നതെന്ന് വെച്ചാൽ ആഫ്രിക്കയിൽ കോളനൈസേഷൻ വന്നതിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് 3 ലൈൻസ് എന്ന് പറയുന്നത് ആഫ്രിക്കൻ പ്ലെയിനിനെ കുറിച്ച്, അതായത് ആഫ്രിക്കൻ ലാൻഡിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു പോയം സെറ്റ് ചെയ്തേക്കുന്ന ആഫ്രിക്കൻ ലാൻഡിലാണ്. അപ്പൊ ആ ഒരു നേഷനെ എന്തായിട്ട് കമ്പയർ ചെയ്തേക്കുവാണ്, ഒരു ആനിമൽ ആയിട്ട് കമ്പയർ ചെയ്തേക്കുവാണ്, അതൊരു ലയൺ ആയിട്ട് കമ്പയർ ചെയ്തേക്കുവാണ്. കിക്കുയു എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഗ്രാസ് ഉണ്ട് ആഫ്രിക്കയിൽ ഗ്രോ ചെയ്യുന്നത്. അത് എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്, അതായത് വളരെ തടിച്ചു കൊഴുത്ത് ഗ്രോ ചെയ്യുന്ന പോലെയാണ് പറഞ്ഞേക്കുന്നത്. കിക്കുയു എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഗ്രാസ് ലാൻഡും ഉണ്ട്, അതുപോലെ തന്നെ ട്രൈബൽ പീപ്പിളും ഉണ്ട്. ഡെഡ് ബോഡീസ് എല്ലാം അവിടെ ഇവിടെ ചെതറി കിടക്കുന്നു പ്ലെയിൻസിൽ. കാരണം എന്തുകൊണ്ടാണ്, ആ കോൺഫ്ലിക്റ്റിന്റെ കാര്യം, മാവോ അപ്രൈസിംഗിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ലാൻഡ്സ്കേപ്പിലെല്ലാം ഡെഡ് ബോഡീസ് അല്ലെങ്കിൽ കോർപ്സസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡായി കിടക്കുവാണ്. അപ്പൊ പറയുവാണ് ആ ഒരു ആഫ്രിക്കൻ ലാൻഡിനെ പണ്ട് പാരഡൈസ് എന്നുള്ള രീതിയിലായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ്, അവിടെ ഫുള്ള് ഡെഡ് ബോഡീസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വേമിന്റെ ഇമേജ് അവിടെ പറയുന്നുണ്ട്. വേം എന്ന് പറയുന്നത് എന്താണ്, ഡീക്കേയിങ് ബോഡീസിനെ മാത്രം ഫീഡ് ചെയ്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ്, അല്ലെ? സോ അത് ഡീക്കേയിങ് ഹ്യൂമൻ ഫ്ലഷിനെ മാത്രം, അല്ലെങ്കിൽ ഡീക്കേയിങ് ഹ്യൂമൻ ഫ്ലഷിനെ റൂൾ ചെയ്യുന്ന ഒരു കിങ് ആയിട്ടാണ് വേമിനെ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് നമ്മുടെ പോയിറ്റ്. എന്ന് വെച്ചാൽ മീനിങ് എന്താ, അഴുകിയ ഡെഡ് ബോഡീസ് അവിടെ എല്ലാം ഉണ്ട്, അതിൽ മൊത്തം വേംസ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നെ വേംസ് എന്നിട്ട് പറയുവാണ്, വേംസ് കരയുവാണെന്നാണ് പറയുന്നത്. വേംസ് എന്തുകൊണ്ടാണ് ക്രൈയിങ് എന്നാ പറഞ്ഞേക്കുന്നത്, അതായത് ഈ ഡെഡ് പീപ്പിളിന്റെ അടുത്ത് ഒരു യാതൊരു വിധത്തിലുള്ള കമ്പാഷനും നമ്മൾ കാണിക്കേണ്ട കാര്യമില്ല. ഡെഡ് പീപ്പിൾ എന്ന് പറയുമ്പോൾ ബോത്ത് ദ റേസസിലെ ആളുകളും ഉണ്ട്, ആഫ്രിക്കൻസും ഉണ്ട്, നമ്മുടെ വൈറ്റ് പീപ്പിളും ഉണ്ട്. അപ്പോൾ അവർ ആ വയലൻസിൽ ഇങ്ങനെ ചത്ത് കിടക്കുവാണ്. അപ്പോൾ വേംസ് പറയുവാണോ, നിങ്ങൾ എന്തിനാ കരയുന്നത്, അവർ ഈ 2 കൂട്ടരുടെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യരുതെന്നാ പറഞ്ഞേക്കുന്നത്, കൂടുതലൊന്നും വലിയ സിമ്പതി കാണിക്കേണ്ട കാര്യമില്ലെന്ന് വേംസ് പറയുവാണ്, പുഴുക്കൾ. പിന്നെ ഈ ഒരു വയലൻസ് ഔട്ട് ബ്രേക്ക് സംഭവിച്ചു. ബ്ലാക്ക് പീപ്പിളും ഉണ്ട്, വൈറ്റ് പീപ്പിളും ഉണ്ട്. പിന്നെന്താണ്, ഓക്കെ, ദെൻ ഒരു വൈറ്റ് ചൈൽഡിനെ, ഇന്നസെന്റ് ആയിട്ടൊരു വൈറ്റ് ചൈൽഡിനെ മർഡർ ചെയ്തേക്കുന്ന ഒരു ഇമേജ് കൂടിയുണ്ട്. അതെല്ലാം കാണിക്കുന്നത് എന്താണ്, ആ ഒരു വയലൻസിന്റെ ക്രൂവൽറ്റിയെ കുറിച്ചാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡ് സ്റ്റാൻസയ്ക്ക് അത് പറയുന്നതാണ് ഈ വയലൻസിന്റെ നേച്ചർ എങ്ങനെയാണ്. വോൾക്കോട്ട് വീണ്ടും എന്താണ്, ആഫ്രിക്കൻ വൈൽഡ് ലൈഫിന്റെ ഇമേജസിനെ കുറിച്ചാണ് പിന്നീട് സംസാരിക്കുന്നത്. അതായത് ഇബൈസസും അതുപോലെയുള്ള ബീസ്റ്റുകളും ഒക്കെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന ലാൻഡാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഇബൈസസ് എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ബേർഡ്സ് ആണ് കേട്ടോ. അപ്പൊ അത് റൂൾ ചെയ്യുന്ന ഒരു ലാൻഡാണ് ആഫ്രിക്ക. ആഫ്രിക്കയിൽ ഒരുപാട് വന്യജീവികളുണ്ട്, ഒരുപാട് വൈൽഡ് ആനിമൽസ് ഉണ്ട്, ഒരുപാട് ബീസ്റ്റുകളുണ്ട്. പിന്നെന്താ പറഞ്ഞേക്കുന്നത്, ഹണ്ടിങ് കസ്റ്റമിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മുടെ അവിടുത്തെ നേറ്റീവ്സ് അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിളിന്റെ ഹണ്ടിങ് കസ്റ്റംസിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരെങ്ങനെ നടന്നിരുന്നത്, ഒരു ലൈനിലാണ്, അതായത് ഹണ്ട് ചെയ്യാൻ പോകുമ്പോൾ അവർ കൂട്ടത്തോടെയാണ് പോകുന്നത്. ആ ലോങ് ഗ്രാസിന്റെ ഇടയ്ക്ക് കാട് പിടിച്ച് കിടക്കുവാണ്. എന്നിട്ട് പ്രയെ എങ്ങനെ കൊല്ലുന്നത്, അല്ലെങ്കിൽ എരയെ എങ്ങനെ പിടിച്ചിട്ട് എന്ത് ചെയ്യും, എരയെ നല്ലപോലെ അടിച്ചാണ് കൊല്ലുന്നത്, അല്ലെ? പിന്നെ പറയാണ് ബീസ്റ്റ് എന്ന് പറയുമ്പോൾ ബീസ്റ്റിന്റെ ജോലികൾ എന്താണ്, വന്യമൃഗങ്ങളുടെ ജോലികൾ എന്താണ്, അതിന്റെ ഇതെന്താണ്, കൊല്ലുക, തിന്നുക, ഇതൊക്കെ ഉള്ളൂ, അല്ലെ? അപ്പൊ ഇതാണ് നേച്ചറിന്റെ ഒരു ജോലി എന്ന് പറയുന്നത്, നേച്ചറിന്റെ ഒരു റോള്. പക്ഷെ മനുഷ്യരുടെ എങ്ങനെയാണ്, മനുഷ്യരെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, എല്ലാവരും
എന്താണ് മനുഷ്യർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരാണ് എല്ലാത്തിനെയും ക്രിയേറ്റ് ചെയ്തെന്നുള്ളൊരു ജാടയിൽ അഹങ്കാരത്തിലാണ് ഗോഡാണെന്നാണ് മനുഷ്യരുടെ വെപ്പൺ എന്നാണ് ആര് പറയുന്ന പോയിട്ട് പറയുന്നത്. എല്ലാ ആനിമൽസും എന്ത് ചെയ്യാണ്, ഓരോ ആനിമൽസിനും ഓരോ രീതിയിലുള്ള സുപ്പീരിയോറിറ്റി ഉണ്ട്. പക്ഷെ മനുഷ്യരെന്താണ്, മനുഷ്യരാണ് ഗോഡെന്നും പറഞ്ഞാണ് ആര് നടക്കുന്നത്, മനുഷ്യർ നടക്കുന്നത്. ബാക്കിയുള്ളവരുടെ മേലിൽ പെയിൻ ഇൻഫ്ലിക്ട് ചെയ്യാനാണ് മനുഷ്യർക്ക് ഇഷ്ടം. അവന്റെ ലൈഫ് ശരിക്കും പറഞ്ഞ ലൈഫ് എന്താ പറയുക, ലൈഫ് എടുക്കാനുള്ളതല്ല മനുഷ്യരുടെ ജോലി. ലൈഫ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ഡിവിനിറ്റിയാണ് നമ്മുടെ മനുഷ്യരുടെ ജോലി എന്നാണ്, അല്ലെങ്കിൽ ഡിവിനിറ്റി നമ്മൾ കാത്തു സൂക്ഷിക്കണം എന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. അല്ലാതെ ലൈഫ് ഒരിക്കലും ബാക്കിയുള്ളവരുടെ ലൈഫ് എടുക്കാനുള്ളതല്ല എന്നാണ് പോയിട്ട് പറയുന്നത്. പക്ഷെ മാൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സ് എങ്ങനെയാണ് വാറിന്റെ പേരിൽ ഒരുപാട് പേരെ കൊന്നൊടുക്കുന്നു. പിന്നെന്താണ്, അവിടുത്തെ നേറ്റീവ് റിബൽസിന്റെ കാര്യം പറയുന്നു. കിക്കുയി ട്രൈബിനെ കുറിച്ച് പറയുന്നു. അവർക്ക് കറേജ് ഉണ്ട്. ഈ കറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് വരുന്ന കറേജാണ്, ഡെത്തിനെ പേടിയുള്ള കറേജാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ആളുകൾക്കുള്ളത്. എന്നിട്ട് ഈ പോയിട്ട് എന്ത് ചെയ്യാണ്, ആ വൈറ്റ് മാനിന്റെ ആ ഒരു സുപ്പീരിയറിറ്റിയെ കളിയാക്കിക്കൊണ്ടാണ് ഈ ഒരു ലൈൻസിനകത്ത് സംസാരിക്കുന്നത്. ദെൻ തേർഡ് സ്റ്റാൻസ എന്ന് പറയുന്നത് എന്താണ്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പോയിട്ട് എന്ത് ചെയ്യുവാണ്, അദ്ദേഹത്തിന്റെ തോട്ട്സിൽ മുഴുകിയിരിക്കുവാണ്. അദ്ദേഹം ഏത് സൈഡിൽ നിൽക്കണം. കാരണം വോൾക്കോട്ട് എന്ന് പറയുന്ന ആഫ്രിക്കൻ പ്രൊഡക്റ്റുമാണ്, ഇംഗ്ലീഷ് പ്രൊഡക്റ്റുമാണ്. അദ്ദേഹത്തിന് ആഫ്രിക്കൻ ഹെറിറ്റേജും ഉണ്ട്, ഇംഗ്ലീഷ് ഹെറിറ്റേജും ഉണ്ട്. ആൻഡ് ഇദ്ദേഹത്തിന് അറിയത്തില്ല ഏത് സൈഡിൽ നിൽക്കണം എന്നുള്ളത്. അപ്പൊ ഈ മാവോ അപ്രൈസിംഗ് വന്നപ്പോൾ പോലും ഇദ്ദേഹത്തിന് വളരെ സംശയമായി. അതായത് രണ്ട് വാർ ഗ്രൂപ്പുകൾ, അതായത് ഇദ്ദേഹം രണ്ട് ഗ്രൂപ്പിൽ നിന്നുള്ള ആളായതുകൊണ്ട് ഇദ്ദേഹത്തെ എന്ത് ചെയ്യുന്ന, ഇദ്ദേഹത്തിന് അറിയത്തില്ല ഞാൻ എവിടെ പോയി നിൽക്കണം എന്നുള്ളത്. അതായത് ഈ പോയത്തിനകത്ത് പോയിട്ട് പറയുന്നുണ്ട്, ഹീസ് പോയിസൺഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ബോത്ത്. അതായത് രണ്ട് ഗ്രൂപ്പുകാരുടെയും ബ്ലഡ് കൊണ്ട് ഇദ്ദേഹം പോയിസൺഡ് ആണ്. ആൻഡ് ഏത് സൈഡിൽ നിൽക്കണം എന്ന് അദ്ദേഹം ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ആ ഒരു പൊസിഷൻ, അദ്ദേഹത്തിന്റെ ആ ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പിന്നീട് ഈ ഒരു തേർഡ് സ്റ്റാൻസയ്ക്കകത്ത് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിന് ബ്രിട്ടീഷ് റൂളിനെ ഇഷ്ടമല്ല, പക്ഷേ ഇദ്ദേഹത്തിന് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇഷ്ടമാണ്. കാരണം എന്തുകൊണ്ടാണ്, ഇദ്ദേഹം പോയംസ് ഒക്കെ എഴുതുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ്. സോ ഈ ഒരു എന്താണ്, ഒരു കോൺട്രഡിക്ടറി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അദ്ദേഹം ഇവിടെ പറയുന്നത് എന്താണ്, ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്ന് പറയുന്നത്. ഫാർ ക്രൈ എന്ന് വെച്ചാൽ മീനിങ് എന്താണ്, ദൂരെ നിന്നുള്ള നിലവിളി. സോ ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക എന്ന് വെച്ചാൽ ആഫ്രിക്കയിലെ പ്രശ്നങ്ങളെന്ന് പറയാം, നമുക്ക് ആഫ്രിക്കയിലെ ആളുകൾ അനുഭവിക്കുന്ന വേദന എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്, ആരും കേൾക്കാത്ത ആഫ്രിക്കയിൽ നിന്നുള്ള ആളുകളുടെ ഒരു ജീവിതത്തിന്റെ നിലവിളി എന്ന് നമുക്ക് ആ ഒരു സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്യുന്ന പെയിൻഫുൾ സിറ്റുവേഷൻസ് ആരും കേൾക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. സോ ഇദ്ദേഹത്തിന്റെ ഒരു കരച്ചിലും, അതായത് ഇദ്ദേഹത്തിന്റെ ഒരു ഡിലമയായിട്ടും കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ആയിട്ടും നമുക്ക് ഈ ഒരു ടൈറ്റിലിനെ നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാം. ആ ഒരു പാരഡോക്സിക്കൽ സിറ്റുവേഷൻ, ആരുടെ കൂടെ നിൽക്കണം. സോ പോയിട്ട് എന്ത് ചെയ്യാണ്, കൺഫ്യൂസ് ചെയ്യുവാണ്. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ അതെന്റെ ആഫ്രിക്കൻ ഹെറിറ്റേജിനെ എടുത്ത് നോക്കുമ്പോൾ അത് ഒരു കോളനൈസറിന്റെ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഞാൻ എന്റെ പോംസ് ഒക്കെ റൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ആഫ്രിക്കൻ ഹെറിറ്റേജ് എടുത്ത് നോക്കുമ്പോൾ എന്താണ്, ഞാൻ യൂസ് ചെയ്യുന്നത് ആരുടെ ലാംഗ്വേജ് ആണ്, എന്നെ അടിമയാക്കാൻ വന്ന കോളനൈസറിന്റെ ലാംഗ്വേജ് ആണ്. സോ ആ ഒരു ഡിലമയിലാണ് പോം എൻഡ് ചെയ്യുന്നത്. ആരുടെ കൂടെ നിൽക്കണം എന്ന് ആർക്ക് തന്നെ അറിയില്ല, പോയിട്ടിന് തന്നെ അറിയില്ല. സോ ഈ പോയം എവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്, കെനിയയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ പോയം എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ആ ഒരു മാവോ അപ്രൈസിങ്ങിനെ കുറിച്ചും യൂറോപ്യൻ ആൻഡ് ആഫ്രിക്കൻ ഹെറിറ്റേജ് അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റിനെ കുറിച്ചുമാണ് പറയുന്നത്. മാവോ ഫൈറ്റേഴ്സ് ആരൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്ന, ലോക്കൽ കിക്കുയു ട്രൈബിലുള്ള കുറച്ച് മെമ്പേഴ്സ് എന്ത് ചെയ്തു, യൂറോപ്യൻസിനെതിരെ ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവര് കിക്കുയു മാവോ എന്നും പറഞ്ഞൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്തു. പിന്നീട് ഇബൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡ്സ് വിത്ത് ലോങ് ബീക്സ് ആണ് കേട്ടോ. പേജ് നമ്പർ 41 8th ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. പിന്നീട് ഒരു ഗൊറില്ല സൂപ്പർമാൻ ഇമേജ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. കുറെ കമ്പാരിസൺസ് ഇമേജസും കൊണ്ടുവരുന്നുണ്ട്. ഗൊറില്ല എന്ന് പറയുമ്പോൾ ആരെയായിരിക്കും, ഒബിയസ്ലി ആഫ്രിക്കൻ പീപ്പിളിനെയും, സൂപ്പർമാൻ എന്ന് പറയുന്ന ഒരു ഇമേജ് വൈറ്റ് മാനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഡെറിക് വോൾക്കോട്ടിന്റെ കൺഫെഷൻ എന്താണെന്ന് മിസ് പറഞ്ഞു തന്നു. ഏത് സൈഡിൽ നിൽക്കണം എന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അപ്പൊ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു എത്തനിക് കോൺഫ്ലിക്റ്റിനെ കുറിച്ചും ഒക്കെയാണ് ഇദ്ദേഹം ഈ ഒരു പോയത്തിനകത്ത് പറയുന്നത്. ആഫ്രിക്കൻ കോളനൈസേഷന്റെ ആ ഒരു ഹൊറബിൾ സിറ്റുവേഷനെ കുറിച്ചും മാവോ അപ്രൈസിങ്ങിനെ കുറിച്ചും ആ ഡെഡ് ബോഡീസിന്റെ സ്കാറ്ററിങ്ങും അതെല്ലാം പറഞ്ഞേക്കുക. പിന്നെ ഓക്കെ, ദെൻ ഹീസ് പോയിസൺഡ് വിത്ത് ദ ബ്ലഡ് ഓഫ് ബോത്ത് എന്ന് പറഞ്ഞ പേജ് നമ്പർ 43 5th ക്വസ്റ്റൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കാറ്റഗറിയിലും പെടും ഇദ്ദേഹം. അപ്പൊ രണ്ട് ബ്ലഡും ഇദ്ദേഹത്തിന് ഉണ്ട്. അപ്പൊ രണ്ട് ബ്ലഡിന്റെയും പോയിസൺ ആരുടെ മൈൻഡിലുണ്ട്, ഇദ്ദേഹത്തിന്റെ മൈൻഡിലുണ്ട്. പിന്നെ വോൾക്കോട്ടിന്റെ പൊസിഷന്റെ പേജ് നമ്പർ 44 6th ക്വസ്റ്റൻ ഇമ്പോർട്ടന്റ് ആണ്. പേജ് നമ്പർ 44 8th ക്വസ്റ്റനും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ 45 മാവോ അപ്രൈസിങ്ങിനെ കുറിച്ച് കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു, മിസ് പറഞ്ഞ കാര്യം തന്നെയാണ്. സെൻട്രൽ ഐഡിയ എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം, ആ ഒരു ടെൻഷൻ ബിറ്റ്വീൻ യൂറോപ്യൻ ആൻഡ് ആഫ്രിക്കൻസ്, അതാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. പിന്നെ
ആനിമൽ ഇമേജറി എന്താണ് ഈ ഒരു പോയത്തിനകത്ത്? ആനിമൽ ഇമേജറി എന്ന് വെച്ചാൽ ഒരുപാട് ആനിമൽ ഇമേജറിയാണ് അദ്ദേഹം ഈ ഒരു പോയത്തിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ലൈക്ക് ലയണിനെ കുറിച്ച് പറയുന്നുണ്ട്, വേംസിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇബൈസസിനെ കുറിച്ച് പറയുന്നുണ്ട്, ബീസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. ആഫ്രിക്കയെ തന്നെ ലയണായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഇദ്ദേഹം. പിന്നെന്താണ്, ഈ കിക്കുയു ട്രൈബിനെ ശരിക്കും പറഞ്ഞാൽ ഫ്ലൈസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് അദ്ദേഹം. പിന്നെ ബ്രിട്ടീഷ് കോളനൈസേഴ്സിനെ വേംസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ഫ്ലഷിനെ ഫീഡ് ചെയ്യുന്ന വേംസ് ആയിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഇബൈസസ് എന്ന് പറയുന്ന ആരാണ്? ആഫ്രിക്കൻ നേറ്റീവ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓക്കെ, ഇത്രയും ഇമേജസ് ആണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഡിലൈമ അല്ലെങ്കിൽ കൺഫ്യൂഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞു. ടൈറ്റിലിന്റെ ജസ്റ്റിഫിക്കേഷൻ പേജ് നമ്പർ 50 10th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ടൈറ്റിൽ എന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്? അദ്ദേഹം ഒരു ഫാർ ക്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? ദൂരെ നിന്നുള്ള കരച്ചിലെന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് ആരും കേൾക്കാത്ത കരച്ചിലെന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആഫ്രിക്കൻസിന്റെ ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതായത് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ വയലൻസ് ദാറ്റ് ഹാപ്പൻഡ് ഇൻ ആഫ്രിക്ക. ഓക്കെ, പോസ്റ്റ് കൊളോണിയൽ പോയമായി എങ്ങനെയാണ് ഫാർ ക്രൈ ഫ്രം ആഫ്രിക്ക മാറുന്നത്? മിസ് പറഞ്ഞു പോസ്റ്റ് കൊളോണിയൽ പോയമാണ് ഇത്. ഡെറിക് വോൾക്കോട്ട് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കൊളോണിയൽ വെസ്റ്റ് ഇന്ത്യൻ പോയറ്റ് ആണ്. പിന്നെ അദ്ദേഹത്തിന് മിക്സഡ് ആയിട്ടുള്ള ഒറിജിൻ ആണുള്ളത്. അയാൾ യൂറോപ്പിലും ബ്ലാക്കിലും പെട്ട ഫാമിലിയുള്ള ആളാണ് അല്ലെ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ബ്രിട്ടീഷ് കൾച്ചറിനെ റിജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, പക്ഷേ എങ്ങനെയാണ് അദ്ദേഹം ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സ്നേഹിച്ചു തുടങ്ങുന്നത്, ഈ ഒരു കാര്യം പറയുക. പിന്നെ കെനിയയ്ക്ക് എന്താണ് കെനിയയ്ക്ക് ഈ ഒരു പോയം കമ്പോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കെനിയയ്ക്ക് ഒരു വർഷം, അതായത് ഇൻഡിപെൻഡൻസ് കിട്ടിയ ഒരു വർഷം മുന്നെയാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു പോയം കമ്പോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ മാവോ അപ്രൈസിംഗിന്റെ കാര്യം പറയുക, യൂറോപ്യൻ സെറ്റിലേഴ്സിന്റെ കാര്യം പറയുക, ആനിമൽ ഇമേജസിന്റെ കാര്യം പറയുക. സോ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കോളനൈസറും കോളനൈസ്ഡും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് ഇതിനകത്ത് കാണിക്കുന്നത്. പിന്നെ മാനിന്റെ ആ ഒരു റോൾ, അതായത് ഹ്യൂമൻ ബീങ്സിന് ശരിക്കും പറഞ്ഞാൽ ഡിവിനിറ്റി കീപ്പ് അപ്പ് ചെയ്യേണ്ട റോളാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നു. ആഫ്രിക്കൻസും വൈറ്റ് പീപ്പിളുമായിട്ടുള്ള ഫൈറ്റിനെ കുറിച്ച് പറയുക, കിക്കുയു ട്രൈബിനെ കുറിച്ച് പറയുക കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു നമ്മുടെ ആ പോയത്തിന്റെ സമ്മറി അങ്ങ് എഴുതുക. ആഫ്രിക്കൻ ഒരു പാരഡൈസ് ലാൻഡ് ആയിരുന്നു, പിന്നീട് അത് ഡെഡ് ബോഡീസ് മാത്രമുള്ള ലാൻഡായിട്ട് മാറി. ആനിമൽ ഇമേജസിനെ കുറിച്ച് പറയണം, പോയറ്റിന്റെ കൺഫ്യൂഷനെ കുറിച്ച് ലാസ്റ്റ് പറയുക. പോയം എന്താണ് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസിലൂടെയൊക്കെയാണ് ഇത് പോകുന്നത്. പിന്നെ ഓക്കെ, ഇത് തന്നെയാണ് ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. മിസ് ഈ പറഞ്ഞ ഈ പോയിന്റ്സ് എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്തങ്ങ് എഴുതിയാൽ മതി.